നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു മഴക്കാലം വരികയാണ്. തുലാവർഷ മഴ മുന്നറിയിപ്പ് കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിൽ ഒരു ജില്ലകളിലും പ്രത്യേക അലേർട്ടുകൾ നൽകാതെ നിൽക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് മുതൽ കൃത്യമായിട്ട് ഏതൊക്കെ ജില്ലകളിലാണ് തുലാവർഷ മഴയുടെ കെടുതി ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള അലേർട്ടുകളാണ് ജില്ലകൾക്ക് നൽകിയിരിക്കുന്നത്. ഇതനുസരിച്ച് തെക്കൻ കേരളത്തിലാണ് മഴ ലഭിക്കാൻ പോകുന്നത്. മറ്റുള്ള വടക്കൻ ജില്ലകളിലേക്ക് മഴ മുന്നറിയിപ്പില്ല. തെക്കൻ കേരളത്തിൽ ചില ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ തുലാവർഷ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. കാലവർഷത്തേക്കാൾ ഭയക്കേണ്ടതും തുലാവർഷത്തെയാണെന്ന് കാലാവസ്ഥാ നിരീക്ഷകരടക്കം എപ്പോഴും പറയാറുണ്ട്. കാരണം മനുഷ്യർക്ക് കൂടുതലും ജീവഹാനി ഉണ്ടാകുന്നതും തുലാമഴയിലാണ് എന്നാണ് പലപ്പോഴും പറയാറുള്ളത്. ഇടിമിന്നലാണ് ഇതിന് ഒരു പ്രധാന കാരണം. അതുകൊണ്ട് തന്നെ ജാഗ്രത വേണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. വൈകുന്നേരങ്ങളിൽ ഇടിയോടുകൂടിയ മഴയാണ് തുലാവർഷ മഴയായിട്ട് കൂടുതൽ പെയ്യാറുള്ളത്. അതുകൊണ്ടാണ് പലപ്പോഴും തുലാവർഷ മഴ മുന്നറിയിപ്പ് തരുന്നതിനോടൊപ്പം കാലാവസ്ഥാ വകുപ്പ് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും പ്രത്യേകം പറയാറുള്ളത്. ഇപ്പോഴും തലസ്ഥാനത്തടക്കം ഇടിമിന്നൽ അതോടുകൂടിയ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മുന്നറിയിപ്പിൽ കൃത്യമായിട്ട് ഏതൊക്കെ ജില്ലകളിലാണ് അലേർട്ടുകൾ ഉള്ളത് എന്നും കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. മഴ കനക്കുമെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനത്തെ തുടർന്നാണ് 5 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത്. അതിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് തെക്കൻ ജില്ലകളിലാണ് ഇത്തവണ മഴ മുന്നറിയിപ്പ് ഒരു ഇടവേളയ്ക്ക് ശേഷം വന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി തെക്കൻ കേരളത്തെ വിടാതെ പിടിമുറുക്കിയിരിക്കുകയാണ് മഴക്കെടുതി. തെക്കൻ തീരത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴിയാണ് ഇപ്പോഴത്തെ മഴയ്ക്ക് കാരണമായി പറയുന്നത്. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിലും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നുള്ള നിർദ്ദേശവും വന്നിട്ടുണ്ട്. കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്കൻ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇടുക്കി ജില്ലയിലും മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ കല്ലാർകുട്ടി ഡാം തുറക്കുമെന്നും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. 455.00 മീറ്ററാണ് നിലവിലെ ഡാമിലെ ജലനിരപ്പ്. പരമാവധി ജലനിരപ്പ് 456.60 മീറ്ററാണെന്നും അധികൃതർ അറിയിച്ചു. കനത്ത മഴയെ തുടർന്ന് പൊന്മുടി ഡാമിന്റെ 3 ഷട്ടറുകളാണ് ഇന്ന് രാവിലെ 10 മണിയോടെ തുറന്നത്. 3 ഷട്ടറുകളും 60 സെന്റിമീറ്റർ വീതം തുറന്നു വിട്ടിരിക്കുകയാണ്. കല്ലാർകുട്ടി ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിലും തുലാവർഷത്തിന്റെ ഭാഗമായി തുടർച്ചയായി ശക്തമായ മഴയാണ് ലഭിക്കുന്നത്. അതിനാൽ ഡാമിന് തീരത്തുള്ള പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. തുലാവർഷ മഴയുടെ ഒരു പ്രത്യേകതയാണ് ഇടിമിന്നലോട് കൂടിയിട്ടുള്ള മഴ. അതുകൊണ്ടാണ് ജനങ്ങൾക്കായിട്ട് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇടിമിന്നലോട് കൂടിയ മഴയുടെ സാഹചര്യത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ വിഭാഗം ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുതി ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുതി ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട്. പൊതുജനങ്ങൾ മുൻകരുതൽ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ്. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുത്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണം. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നും ദുരന്ത നിവാരണ വിഭാഗം പുറപ്പെടുവിച്ച ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നു. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിലും ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തെക്കൻ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. കന്യാകുമാരി പ്രദേശത്ത് മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക. വാതിലിനും ജനലിലും അടുത്ത് നിൽക്കാതിരിക്കുക. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുതി ഉപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. അന്തരീക്ഷം ഏകാവൃതമാണെങ്കിൽ തുറസായ
സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും അരുത്. ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക. കൈകാലുകൾ പുറത്തിടാതിരിക്കുക. വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും. സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കുകയും ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിൽ അഭയം തേടുകയും വേണം. ഇത്തരത്തിൽ നിരവധി നിർദ്ദേശങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 7 മാസമായി മഴയാൽ സമ്പന്നമാണ് കേരളം. പ്രകൃതിക്കും മണ്ണിനും പുതുജീവൻ നൽകുന്ന മഴക്കാലം കേരളത്തിൽ നിർത്താതെ പെയ്യുന്നു. അതിനായി വൈദ്യുതി ഉൽപാദനം, കുടിവെള്ള ലഭ്യത എന്നിവ മികച്ചതാകും എന്ന് തന്നെയാണ് കരുതുന്നത്. കേരളത്തിൽ മാത്രമല്ല, രാജ്യം മുഴുവൻ മികച്ച മഴ സമ്മാനിച്ചാണ് മൺസൂൺ കടന്നുപോയത്. രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയുടെ അടിസ്ഥാനം കൂടിയാണ് മൺസൂൺ. തുലാവർഷ മഴയും ജലസമ്പത്ത് കൂട്ടും. ഒപ്പം കർഷകർക്ക് പ്രിയപ്പെട്ടതാണ് തുലാവർഷം. കൃഷികളുടെ വിളവ് മഴയെ ആശ്രയിച്ചിരിക്കുന്നു. ന്യൂനമർദ്ദം, ചക്രവാത ചുഴികൾ എന്നിവ തുലാവർഷത്തിന് കരുത്ത് പകരും. എന്നാൽ തുലാവർഷ മഴ നീണ്ടുപോയാൽ കേരളത്തിൽ തണുപ്പ് കുറയുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത്. ഒക്ടോബർ മുതൽ ഡിസംബർ വരെയാണ് തുലാവർഷമായി കണക്കാക്കുന്നത്. മൺസൂണിൽ തെക്ക് പടിഞ്ഞാറൻ കാറ്റ് നിർണായകമാകുമ്പോൾ തുലാവർഷം വടക്കുകിഴക്കൻ കാറ്റിലൂടെയാണ് സാധ്യമാകുന്നത്. ഉച്ച കഴിഞ്ഞ് ഇടിമിന്നലിന്റെ അകമ്പടിയോടെയാണ് തുലാമഴ എത്തുക. പശ്ചിമഘട്ടം കടന്നെത്തുന്ന മഴമേഘങ്ങളാണ് കേരളത്തിൽ തുലാവർഷമായി പെയ്തിറങ്ങുന്നത്. ഇത്തവണത്തെ തുലാവർഷത്തിൽ 12% അധികം മഴ ലഭിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. കേരളത്തിന് പുറമെ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക തീരദേശങ്ങൾ എന്നിവിടങ്ങളിലും തുലാവർഷ പെയ്ത്തുണ്ടാകും. തുലാമഴയിലാണ് തമിഴ്നാട്ടിൽ കൃഷിക്ക് ആവശ്യമായ വെള്ളം ലഭിക്കുന്നത്. മലയോര മേഖലയിലെ ഇടിമുഴക്കം പിടിച്ചുകുലുക്കും. ഇടിമിന്നലിനെതിരെ മുൻകരുതലെടുക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജൂൺ 1 മുതൽ സെപ്റ്റംബർ 30 വരെയാണ് കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂണായി കണക്കാക്കുന്നത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ കണക്ക് പ്രകാരം ജൂൺ 1 മുതൽ സെപ്റ്റംബർ 30 വരെ ലഭിച്ചത് 1752 മില്ലിമീറ്റർ മഴയാണ്. സാധാരണ ലഭിക്കേണ്ടതിനേക്കാൾ 13% മഴ കുറഞ്ഞു. 2018.6 മഴ ലഭിക്കേണ്ടടുത്താണ് 1752.7 മഴ ലഭിച്ചത്. എന്നാൽ കാലവർഷം ഇത്തവണ മെയ് 24 തന്നെ കേരളത്തിൽ എത്തിയിരുന്നു. മെയ് 24 മുതൽ മെയ് 31 വരെയുള്ള ദിവസങ്ങളിൽ 440.5 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. കണക്ക് പ്രകാരം ഇത് വേനൽ മഴയിലാണ് രേഖപ്പെടുത്തുന്നത്. ഈ മഴ കൂടി ഉൾപ്പെടുത്തിയാൽ കേരളത്തിൽ റെക്കോർഡ് മഴയാണ് ലഭിച്ചത്. തുലാമാസം എത്തുന്നതിന് മുൻപ് തുലാമഴയും ജൂൺ മാസം ആകുന്നതിന് മുൻപ് കാലവർഷവും എത്തി എന്നത് ഈ വർഷത്തെ പ്രത്യേകതയാണ്. ജൂൺ 1 മുതലാണ് മൺസൂൺ കേരളത്തിൽ എത്താറുള്ളതെങ്കിലും മൺസൂൺ കാറ്റിന്റെ വേഗതയും മറ്റ് അനുകൂല ഘടകങ്ങളും കാരണം പലപ്പോഴും മെയ് മാസം തന്നെ കേരളത്തിൽ കാലവർഷം എത്താറുണ്ട്. എന്നാൽ ഇത്തവണ 7 ദിവസം മുമ്പാണ് കാലവർഷം കേരള തീരം തൊട്ടത്.